ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. ഇന്ന് സംസാരിക്കാനൊന്നും വയ്യ, ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്. ഇന്ന് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയ ദിവസമായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോയി തിരിച്ചു വന്നിട്ട് ഫുഡ് വയ്ക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുമില്ല, പപ്പക്കായ, ഇവിടെ ഞങ്ങളൊക്കെ പറയുക പപ്പക്കായ എന്നാണ്. അപ്പോൾ പപ്പക്കായ വെറുതെ തൃശ്ശൂർ സ്റ്റൈലിൽ ഉള്ളിമുളകും കാച്ചി ഉപ്പേരി വെക്കുന്നതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. പിന്നെ പപ്പടവും വറുക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ വയ്യാത്ത കൊണ്ട് വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി നന്നാക്കുകയാണ്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഈ കുത്തിക്കാച്ചുന്നതിൽ, തൃശ്ശൂർ സ്റ്റൈൽ കുത്തിക്കാച്ചുന്നതിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ചധികം ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് കൂടുതലും ചേർക്കുന്നത്. പിന്നെ ഗ്യാസ് പ്രോബ്ലംസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വെളുത്തുള്ളി നല്ലതല്ലേ. അപ്പോൾ ഉള്ളതിനനുസരിച്ച് ഞാൻ കുറച്ചധികം ചേർക്കും. ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ എനിക്ക് വയ്യാത്ത. അപ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ സൗണ്ട് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളി നന്നാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്, എന്നൊരു മുടക്ക് ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയത്. ഒന്നുമില്ല, ആഗസ്റ്റ് മാസം പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വയ്യായകളും ബുദ്ധിമുട്ടുകളും ഭയങ്കര വിഷമങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, പൊട്ട സമയം തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് ആളുടെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ആളൊന്നും അമ്പലത്തിൽ പോയി. ഞാൻ എല്ലാ വിശ്വാസത്തെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എന്നെ വിളിച്ചപ്പോൾ ഞാനും കൂടെ പോയി. പിന്നെ ഒരു സമാധാനം എന്നുള്ള രീതിയിൽ പോയി ഞാൻ പോന്നു. ഇനി എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ എനിക്ക് എവിടേക്കെങ്കിലും പോകണം, ഏതെങ്കിലും പള്ളികളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൺഡേ എന്നെ കൊണ്ടാക്കാറൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഞങ്ങൾക്കിടയിലില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ രണ്ടുപേരും ജനിച്ചു വളർന്ന മതത്തെയും കാസ്റ്റിനെയും നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തികളാണ്. എനിക്ക് അറിവുള്ള കുറേ പേരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അവരിപ്പോൾ ഇന്റർ റിലീജിയസ് മാരേജ് ചെയ്താലും അവരുടെ ആ ഒരു വേറൊരു ജാതിയിലേക്ക് അവർ ഫുള്ളി കൺവേർട്ടായിട്ട് ആ രീതിയിൽ ജീവിക്കുന്ന കാഴ്ചയാണ് പലരുടെയും കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ആ ഒരു കൺസെപ്റ്റ് തന്നെ എനിക്ക് താല്പര്യമില്ല. നമ്മൾ ജനിച്ചു വളർന്ന വിശ്വാസത്തെ ഒരു ബുക്ക് ചട്ടയിടുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് മാറുന്ന പോലെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിച്ച് വളർന്ന കാര്യമാണ്. അത് നമുക്ക് അത്ര പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല. അത് മാറ്റാനും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ജനിച്ചു വളർന്ന ഏത് രീതിയിലാണോ ആ രീതിയിൽ തന്നെ നമ്മൾ തുടർന്നും ജീവിക്കാൻ മരിക്കുന്ന കാലം വരയ്ക്കും. അത്രയ്ക്ക് അങ്ങനത്തെ ഒരു ബിലീഫുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കീപ്പ് ചെയ്യുന്നതും ആ ഒരു രീതിയിൽ തന്നെയാണ്. സോ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇതുവരെയും അതിൽ നിന്നും മാറാനോ ഇതുവരെയും നിർബന്ധിച്ചിട്ടുമില്ല. അല്ലെങ്കിൽ അവരുടെ ജാതിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാസ്റ്റിൻ്റെ കാര്യങ്ങൾ എന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ആ കാര്യത്തിൽ ഞാൻ ഇന്നും ലക്കിയാണ് ടു ഹാവ് എ ഗുഡ് ഹസ്ബൻഡ്. എനിക്ക് ആ കാര്യത്തിൽ ഇന്നും വളരെ റെസ്പെക്റ്റും ബഹുമാനവും എന്താ പറയുക എല്ലാം. ആ കാര്യം അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ആരുടെ മുമ്പിൽ ഞാൻ എന്തും വേണമെങ്കിലും പറയും. കാരണം അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് ആ കാര്യത്തിൽ. അപ്പോൾ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ എനിക്കറിയാം. അവർ ആ ഒരു കാസ്റ്റിലേക്ക് ഫുള്ളി ചേഞ്ച് ആയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ. അത്തരത്തിലുള്ള ഒരു അവസ്ഥയൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. സോ ഞാൻ ദൈവത്തിനോടാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ആ ഒരു കാര്യത്തിൽ. എനിക്കങ്ങനെ മാറാനും പറ്റില്ല, മാറ്റാനും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് വന്നിട്ട് ഞാൻ ആ വീഡിയോ എടുക്കുന്നതിന് എന്നെ കളിയാക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് വന്നിട്ട് ഓരോന്ന് കാണിക്കുന്നത് എന്നെ ആക്കുന്നതാണ്, വേറെ ഒന്നുമല്ല. ഞാനത് ചെയ്യുന്നതിലൊന്നും ആൾക്കൊരു പ്രശ്നമില്ല കേട്ടോ. ആളിങ്ങനെ കളിയാക്കുകയാണ്. ഇങ്ങനെ എന്താ ക്യാമറ വെച്ചേക്കണം, അങ്ങനെ എന്താ വെച്ചേക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ആക്കുകയാണ് എന്നെ. അതിൻ്റെ ഇടയിൽ നമ്മൾ പപ്പക്കായ കരിഞ്ഞു ഉപ്പേരി വയ്ക്കാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ എന്നും വെക്കുന്ന ആ ഒരു ടേസ്റ്റ് ഈ ഒരു പപ്പക്കായ്ക്ക് വന്നില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ ദിവസം എനിക്ക് വയ്യായ്യയുടെ തുടക്കമായിരുന്നു. ഇപ്പോഴത്തേക്കാണ് അത് നല്ല രീതിയിലായത്. അപ്പോൾ വയ്യായ്യയുടെ തുടക്കമായതുകൊണ്ട് എനിക്ക് വെറുതെ ക്ഷീണം, വൊമിറ്റിംഗ് ടെൻഡൻസി, പിന്നെ ക്ഷീണം, തളർച്ച, ഇങ്ങനെ നമുക്ക് കണ്ണേറ് കൊള്ളില്ല. ആ ഒരു ഫീലൊക്കെയാണ്. കണ്ണ് കൊണ്ടതാണോ എന്താണെന്നൊന്നും അറിയില്ല. ആ ഒരു ഭയങ്കര ആ ഒരു ക്ഷീണം, തളർച്ച, എവിടെയെങ്കിലും തൂങ്ങിയിരുന്നാൽ മതി എന്നൊക്കെയുള്ള ഒരു അവസ്ഥ, ആ ഒരു രീതിയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കറിയും അതുപോലെ തന്നെയായി, നന്നായില്ല. ചില ദിവസം നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരവും നമ്മളുടെ ഒപ്പം നിന്നില്ലെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് വന്നില്ലെങ്കിൽ നമ്മുടെ ഫുള്ളി എല്ലാ കാര്യങ്ങളും എന്താ പറയുക ഡൗൺ ആയി പോകും. നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ചിലപ്പോൾ അട്ടർ ഫ്ലോപ്പ് ആവാം. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ എനിക്കിത്. അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെയോ ഞാൻ കൂട്ടാനൊക്കെ വെച്ചു കേട്ടോ. ചോറ് പിന്നെ തിളപ്പിച്ച് കൂട്ടാനേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം അത് ഞാൻ കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അന്ന് ആ പനിയുടെ അല്ലെങ്കിൽ ആ ഒരു വയ്യായ്യയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളല്ലേ കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. വേറെ ആരും നമ്മുടെ വീട്ടിൽ കാര്യങ്ങൾ ചെയ്യാനില്ലാത്തത് കൊണ്ട് നമ്മളങ്ങ് എണീറ്റ് ചെയ്തു പോവാണ്. കാരണം നമ്മളിരുന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണ്ടേ. ഞാനിപ്പോൾ എനിക്ക് വയ്യ, നീ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ആൾ കൃത്യമായിട്ട് വന്ന് ചെയ്യും. പക്ഷെ ആള് എന്നെ വർക്ക് ചെയ്ത് ക്ഷീണിച്ചിട്ട് ഒരു ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ച് വരുന്ന ആളാണ്. അപ്പോൾ ഞാനും പണിയെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അല്ലാത്ത കാര്യങ്ങൾ തന്നെ ഞാൻ പറയാണ്ട് ആള് അടിച്ചു വരാ തുടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാണ്ട് തന്നെ ആൾ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയാത്തത് ആളോട്. അപ്പോൾ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും.
അങ്ങനെയാണ് ഞാൻ കൂട്ടാൻ വെച്ചത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഞാനിപ്പോൾ ഇത് കൂട്ടി ഇളക്കാണ് കേട്ടോ. ആ ഒരു ഉള്ളി കാച്ചുന്നതിലാണ് നമ്മൾ വെക്കുന്ന ഉപ്പേരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കതിൽ കുത്തുമുളക് ഇടാം, വെളുത്തുള്ളി കൂടുതലിടാം. വെളുത്തുള്ളിക്ക് കൂടുതലിട്ടാൽ നമുക്കതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഞാനപ്പോൾ പപ്പടവും വറുത്ത് ചോറുണ്ണാനായിട്ട് പോവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വൈറൽ ഫീവറൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.